ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓൺ വോയിസിൽ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പത്തിരി പ്രസ് കണ്ടില്ലേ, പൂരി പത്തിരി ചപ്പാത്തിയൊക്കെ പരത്തുന്ന പ്രസ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് പരിചയപ്പെടുത്താനൊരു കാരണമുണ്ട്, എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പരിചയപ്പെടുത്താനുള്ള കാരണം പറഞ്ഞുതരാം. കാരണം ഇത് ഞാൻ നാപ്റ്റോളിൽ നിന്ന് ഓൺലൈനിലൂടെ വാങ്ങിയതാണ് കേട്ടോ. നാപ്റ്റോളിൽ നിന്ന് ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ മെഷീൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഈ പ്രസ്സിൻ്റെ കേട്ടോ. കാരണം 799 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇരുന്നിട്ടാണ് ഈ കോലത്തിലായത്. ഇതെനിക്ക് കിട്ടിയപ്പോൾ അല്ല, ഇത് ഞാൻ എന്തായാലും ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഇതാക്കിയതാണ്. കാരണം ഇവിടെ ഇങ്ങനെയൊന്നും അല്ലേനി കേട്ടോ. യൂസ് ചെയ്തതാട്ടോ എനിക്ക് കിട്ടിയത്. 799 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ സാധനമാണ്, നാപ്റ്റോളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആർക്കും ഇതുപോലത്തെ ഒരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ അവർക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് യൂസ് ചെയ്തതാണ് കിട്ടിയത്. പൊടിയുണ്ട്, നമ്മളെ ചപ്പാത്തി പൊടിയുണ്ട്, പത്തിരി പൊടിയുണ്ട്, എല്ലാ ഇതിമേലുണ്ട്. ഒരു വൃത്തിയാർന്ന സാധനം ഇതിന് എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായില്ലേനി കേട്ടോ. പിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതാണിത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യല്ല, ഞാൻ ഒരു ദിവസം യൂസ് ചെയ്ത് നോക്കി. യൂസ് ചെയ്തപ്പോൾ ഞാൻ പത്തിരി പരത്തി നോക്കിയിട്ട് പരക്കണമൊന്നുമില്ല, ഒട്ടി പിടിച്ചിട്ട് പിന്നെ അതിന്മേലെ ഞാൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ച് ഞാൻ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തൊക്കെ നോക്കി, ഒന്നും ശരിയാവണില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് വീഡിയോ ഇടണം. കാരണം എന്നെപ്പോലെ ഇനി ചതിയിൽ ആരും ഇതിൽ പെടരുതല്ലോ, അത് വിചാരിച്ച് ഞാൻ വീഡിയോ ഇട്ടുകയാണ്. 799 രൂപയുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്, നാപ്റ്റോളിൽ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇതാണ് ആ വീഡിയോ, നിങ്ങൾ കണ്ടു നോക്കി. ആ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമായിട്ട് തോന്നും. പക്ഷെ നമുക്കിത് ഒരു കൊടുത്തയക്കുമ്പോൾ എന്താണെന്നറിയോ, യൂസ് ചെയ്തതാണ് കൊടുത്തയച്ചതായി ഓൽക്ക് ഓലങ്ങനെ ചെയ്തതായിരിക്കാം. കാരണം എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇവിടെയൊക്കെ നല്ല കറുപ്പ് കളറേനി, ഇവിടെയൊക്കെ കറുപ്പ് കളറ്, ഇവിടെ അതിൻ്റെ ഇടയിലൊക്കെ കറുപ്പ് കളറേനി കേട്ടോ. പിന്നെ ഞാനിത് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചാൽ ഇത് പുതിയതാണെന്ന് ഒരിക്കലും പറയില്ല. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ കറുപ്പ് കളർ ഇടല്ലേ, ഇതൊക്കെ ഇതിമേലില്ലതേനി. ഞാൻ 799 റുപ്യ എടുത്ത് ഓർഡർ ചെയ്ത്. ഞാൻ പത്തിരി നോമ്പൊക്കെ അല്ലേ, നമുക്ക് പത്തിരി പറ്റാൻ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്താൽ മതി. അതിൽ കണ്ടിട്ട് നല്ലോണം പരക്കണമൊക്കെ ഉണ്ട്. ഭൂരിക്കും ചപ്പാത്തിക്കൊക്കെയാണ് പറ്റുക, പത്തിരിയും വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചതാണ് പത്തിരിക്ക് പറ്റുമോ ചോദിച്ചപ്പോൾ എന്തായാലും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ഇത് തന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒരാൾ ഇതുപോലെ ചതിപ്പെടരുത്. എന്ത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ലോണം സൂക്ഷിച്ചിട്ട് ഓർഡർ ചെയ്യണം. എനിക്ക് പറ്റിയൊരു അബദ്ധങ്ങൾക്ക് ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ ഇട്ടത്. പിന്നെ വേറെ ഞാൻ നാപ്റ്റോൾ നല്ല മീഷോന്നൊക്കെ ഓർഡർ ചെയ്തൊക്കെ നല്ല സാധനം കേട്ടോ, നല്ല സാധനമാണ്. മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനമൊക്കെ എനിക്ക് നല്ലതായിട്ടാണ് കിട്ടിയത് കേട്ടോ. ഒരിക്കലും ഇങ്ങനത്തെ ഗ്രേഡായിട്ട് കിട്ടിയിട്ടില്ല. ഇത് മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നല്ല റേറ്റും കൊടുത്തിട്ടുണ്ട്, 790 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് മിസ്സായി, വേണ്ടാച്ച് ഞാൻ. കാരണം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും കിട്ടുന്നില്ല. ഇപ്പോൾ പഴയതാണെങ്കിലും ഒന്ന് നല്ല ക്ലീനൊക്കെ ആക്കി ഇതാക്കി നോക്കിയൊക്കെയപ്പോൾ അതിൻ്റെ റിസൾട്ടും ഇല്ല. ഇത് വേണ്ടാച്ച്. പിന്നെ അപ്പോൾ നമുക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത് കൊണ്ടുവന്നപ്പം തുറന്നാണ്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ എല്ലാവരും കോലുണ്ട്. ആ കോല് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നാപ്റ്റോളിന് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലെ ഒരു കൊടുത്തേച്ചിട്ട് ഓർക്ക് വിളിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിങ്ങനെയാണ് യൂസ് ചെയ്ത സാധനമാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, സോറി, ഈ 2 വാക്കുമേലെ ഒരു വെച്ചിട്ട് ഒരു ഫോൺ കട്ടാക്കുകയാണ് ചെയ്തത്. സോറി, ക്ഷമ ചോദിക്കുന്നു എന്ന് മാത്രമേ ഒരു പറയുന്നുള്ളൂ. അങ്ങനെ വന്നത് ക്ഷമ ചോദിക്കുന്നു മേഡം എന്ന് പറഞ്ഞാണ് ഫോൺ കട്ടാക്കി. പിന്നെ ഞാൻ കുറേ വിളിച്ച് കുറേ പറഞ്ഞു നിങ്ങൾക്ക് റിട്ടേൺ തരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓര് പറഞ്ഞത് റിട്ടേൺ തരാൻ പറ്റൂല, 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ റിട്ടേൺ തന്നതിനാൽ എനിക്കെൻ്റെ കയ്യിലേക്ക് കിട്ടിയത് തന്നെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ എപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ റിട്ടേൺ കൊടുക്കാൻ അവസരം അവർ ഉണ്ടാക്കേണ്ടല്ലോ. അവർക്കെന്താ യൂസ് ചെയ്യാത്ത നല്ല ഫ്രഷായ സാധനം കൊടുത്തേച്ചൂടെ. അത് ഒരു കൊടുത്തേക്കാതെ ഇങ്ങനത്തെ കൊടുത്തേക്കേണ്ട ആവശ്യമില്ല. ഇത് അവർക്ക് പാക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇത് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഒരു നമ്മളെ ചതിക്കല്ലേ ചെയ്യണത്. പിന്നെ
ആരും ഇതുപോലത്തെ ഒരു ഇതിൽ നിങ്ങൾ ആരും പെടരുത്. ഞാൻ നാപ്റ്റോളിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നാപ്റ്റോളിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്യണ്ട. കാരണം നമുക്ക് ഫ്രഷായത് കിട്ടിയില്ല. എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്കൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് നല്ലത് കിട്ടിയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് പാക്കാക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇത് നമ്മൾ യൂസ് ചെയ്തതാണ്, ഇത് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത്. അതൊന്നും മനസ്സിലാക്കാതെ ഒരു ഇങ്ങോട്ട് കൊടുത്തയച്ച് ഞാനത് വാങ്ങി വെച്ചും ചെയ്ത് ഞാൻ പിന്നെ 5 ദിവസം കഴിഞ്ഞാലാണ് അത് ഓപ്പൺ ആക്കുന്നത്. കാരണം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയ്ക്കും വിളിച്ച് ഞാൻ എല്ലാ കാര്യവും അവരോട് അന്വേഷിച്ചതിന് ശേഷമാണ് ഞാനത് ഓർഡർ ആക്കുന്നത് തന്നെ. പോലും പറഞ്ഞ് നല്ലതാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആര് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഈ ഒരു സാധനം ഓർഡർ ചെയ്യണ്ട. കാരണം നല്ലത് കൊടുത്തേക്കും തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യമൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. 799 ആ ഒരു പരസ്യം ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. നാപ്റ്റോളിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറ്റിയ മാതിരിയിലൊരു അബദ്ധം ഒരാൾക്കും പറ്റരുത്. പിന്നെ എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ. ഞാനത് നല്ല കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. എന്നിട്ടപ്പോൾ എനിക്കിങ്ങനെ പറ്റിയത്. അപ്പോൾ ഇതുപോലെ ആർക്കും പറ്റിയതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ കേട്ടോ.